ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സദ്യക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാരങ്ങയുടെ റെസിപ്പി. കറി നാരങ്ങയല്ലേ അത്. ഓക്കെ, അപ്പം ട്രഡീഷണൽ സദ്യക്കെന്നല്ല, അല്ലാതെയൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു നാരങ്ങയുടെ റെസിപ്പിയാണ്. ഓക്കെ, കറി നാരങ്ങ. അപ്പം ഇവിടെ ഞങ്ങൾക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറി നാരങ്ങ വെച്ചാൽ വലിയ നാരങ്ങയില്ല, അതാണല്ലോ അത് ഞങ്ങൾക്കിവിടെ യൂഷ്വലി കിട്ടാറില്ല. എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ലെമൺ ഇല്ലേ, ഈ ലെമൺ ഇപ്പം എന്താ ഇതൊരു 5 എണ്ണം എടുത്ത് വെച്ചാൽ നമുക്കിതിപ്പം ഈ തൊലിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊരു കറുനാരങ്ങയുടെ സൈസിൽ കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും നല്ല കറുനാരങ്ങ നമ്മുടെ നാട്ടിലെ കറുനാരങ്ങ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ ഓണത്തിനോ വിഷു അല്ലെങ്കിൽ ട്രഡീഷണൽ സദ്യയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പീൽ ചെയ്തൊക്കെ എടുക്കണം. നന്നായിട്ട് എനിക്കൊന്ന് വൈപ്പും ചെയ്യണം കേട്ടോ, ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഉണ്ടാക്കാനാണ്. പിന്നെ അതിന് വേണ്ടി 5 പച്ചമുളകും കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പൊടികൾ എന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാണെങ്കിൽ ഉലുവാപ്പൊടി. ഓക്കെ, ഇത് ഞാൻ 1.25 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 1.5 ടീസ്പൂൺ കായപ്പൊടി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾക്കിപ്പോൾ കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണമെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും പൊടികൾ. പിന്നെ സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, മുളക്, പിന്നെ അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ. ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ കടുകും മുളകും പൊട്ടിച്ചിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതില്ലേ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒന്ന് വറുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്ത് കഴിയുമ്പം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള പൊടികൾ ഇട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച് നാരങ്ങയും കൂടെ ചേർത്ത്, പിന്നെ അതിനകത്ത് കറി ലീഫും പച്ചമുളകൊക്കെ ഇടണം. ഓക്കെ, നാരങ്ങയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കറി നാരങ്ങ. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് ഉപ്പ് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഈ നാരങ്ങ ഞാൻ തുടച്ചിട്ട് നമുക്ക് തൊലിയൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ തെക്കൻ സൈഡിലൊക്കെ ഈ സദ്യക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ കറുനാരങ്ങ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ സദ്യക്ക് എന്താ പറയുക, ട്രഡീഷണൽ സദ്യക്കും അല്ലെങ്കിൽ ഓണത്തിനും വിഷുവിനൊക്കെ നാട്ടിലുണ്ടാക്കുന്നൊരു കറുനാരങ്ങ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഈ നാരങ്ങ കിട്ടാത്തതുകൊണ്ടാണ് ഈ ലെമൺ യൂസ് ചെയ്തിട്ട് ഞാൻ അതേപോലെ ഇരിക്കും ഉണ്ടാക്കിയാൽ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ, വരുന്നത്. അപ്പം ഞാനിത് തുടച്ചിട്ട് വരട്ടെ. ആദ്യം തുടച്ച് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിയുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നാരങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് തൊലി ഒന്ന് പീൽ ചെയ്ത് കളയണം. ഓക്കെ, ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ കറുനാരങ്ങ അങ്ങനെ അരിയണം. ഓക്കെ, അപ്പോൾ അതേപോലെ ചെയ്തിട്ട് നമുക്കതിനകത്തൊന്ന് പയ്യെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ നിറയെ ജ്യൂസ് വരും കേട്ടോ, ഈ ലെമൺ ജ്യൂസ് വരും. ശരിക്കും പറഞ്ഞാൽ അത് യൂസ് ചെയ്താൽ ഞാൻ ഒട്ടും വെള്ളം ഇതിനകത്ത് ഒഴിക്കത്തില്ല. ഓക്കെ, ഈ ഉപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഒക്കെ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഉണ്ടാക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ആ ലെമൺ ജ്യൂസ് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നിറയെ വരും. ഓക്കെ, അത് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാനത് കട്ട് ചെയ്യുന്ന കാണിക്കാം. ഓക്കെ, അത് നിങ്ങളിപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് ഈ തൊലി ഇങ്ങനെ നന്നായിട്ട് പീൽ ചെയ്ത് കളയുക. കറിനാരങ്ങയ്ക്ക് നമ്മളിങ്ങനെയാണല്ലോ അരിയുന്നത്, അതേപോലെ അരിയുക. ഓക്കെ, ഇതേപോലെ പീൽ ചെയ്തിട്ട് നെക്സ്റ്റ് വെച്ച് നമ്മളിത് ഇങ്ങനെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇതുപോലെ സീഡ് ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയുക. ഓക്കെ, ഇതിനകത്തിരിക്കുന്ന സീഡൊക്കെ കളഞ്ഞിട്ട് ഓക്കെ ഇങ്ങനെ ഇതേപോലെ അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതില്ലേ ഇത് വേണ്ട. ഓക്കെ, ഇത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ സീഡും കളഞ്ഞ് ഇതും കളഞ്ഞത് കഴിയുമ്പോൾ നമുക്ക് പയ്യെ സീഡ് ഉണ്ടെങ്കിൽ ഇതേ ചിലപ്പോൾ സീഡ് ഇതിൻ്റെ ഇൻസൈഡിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അതങ്ങെടുത്ത് കളഞ്ഞേക്കാം. അത് കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇതേപോലെ ഷേപ്പിൽ ഉണ്ട്. ഇതെല്ലാം ഞാൻ പീൽ ചെയ്ത് വെച്ചു. ഇതിനകത്തുനിന്ന് വീണ ലെമൺ ജ്യൂസ് കേട്ടോ, അതുകൊണ്ട് വെള്ളം ഒക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, നിറയെ ജ്യൂസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം ഇതേ കണ്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്.
ഉണ്ട്, ഇതിനകത്തുനിന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടുവിടത് ഇതിനകത്തുനിന്ന് വരുന്ന ഈ ലെമൺ ജ്യൂസ്. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഈ കറിനാരങ്ങ ഉണ്ടാക്കാം. ഓക്കെ, ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇതേപോലെ ഞാൻ പറയാം, ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്യുക, പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല, ഈ നമ്മളിത് തിക്കായിട്ടിരിക്കുന്ന ഇതില്ലേ അതും കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. പിന്നെ സീഡും മാറ്റുക. ഓക്കെ, ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന സീഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ അതിനൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കുക. തിന്നായിട്ട് നമ്മൾ കറിനാരങ്ങ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. അതേപോലെ തന്നെ ഇത് ലെമൺ ആയതുകൊണ്ട് നമുക്ക് കറിനാരങ്ങ വെക്കണ പോലെ തന്നെ നാരങ്ങ ഇടാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ, ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കണ്ടുവിടെ എൻ്റെ ഷേപ്പ് കളയുക. ഓക്കെ, ഇപ്പം 5 എടുത്താൽ നമ്മളെല്ലാം ഇതേപോലെ ചെയ്തിട്ട് കട്ട് ചെയ്യാനിരുന്ന വേഗത്തിൽ കഴിയും. ഓക്കെ, ഓരോന്നോരോന്നെടുത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ല എല്ലാം ക്ലീൻ ചെയ്ത് ഇതേപോലെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് തുടങ്ങിയ നമുക്ക് വേഗത്തിൽ കട്ട് ചെയ്ത് തീർക്കാം. ഓക്കെ, കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നുള്ളൂ. നിങ്ങളിപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും ഇതേപോലെ ഉള്ള ഷേപ്പിൽ അതിനകത്ത് കറിനാരങ്ങ അച്ചാറിൽ ഈ നാരങ്ങ കട്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ ഉണ്ട് ട്രയാങ്കിളായിട്ട് ഉണ്ട് ഇതേപോലെ. ഒന്നുമല്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യും. അതല്ലെങ്കിൽ കട്ടിങ് ബോർഡ് വെച്ചാണെങ്കിലും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തിക്കായിട്ട് ഇരിക്കുന്നതും കട്ട് ചെയ്ത് കളയണം. ഓക്കെ, തിക്കായിട്ടിരിക്കുന്നതും പിന്നെ ഔട്ട് സൈഡിലേതും പീൽ ചെയ്ത് കളയുക, സീഡ് കളയുക, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഉണ്ടോ, ഇതേപോലെ അരിയുക കേട്ടോ. ഇതേ ഷേപ്പിലിങ്ങനെ നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ പീൽ ചെയ്യുക. പീൽ ചെയ്തിട്ട് സീഡും ആ തിക്കായിട്ടിരിക്കുന്ന പാർട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഉണ്ടോ കണ്ടുകൂടെ ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഓക്കെ, ഇതേപോലെ ഉണ്ടോ, നിങ്ങൾ കണ്ടേ. ഇത് മൂന്നൂടെ എനിക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇതുകൂടെ അരിഞ്ഞിട്ട് തരട്ടെ. ഓക്കെ, ഇപ്പം ഇത്രയും അരിഞ്ഞതേ ഉള്ളൂ. ഉണ്ടോ, ലെമൺ ജ്യൂസ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിറയെ ഇത് ലെമൺ ജ്യൂസ് വരും നമ്മൾ അരിയുമ്പം. ഇതിപ്പം നാരങ്ങയെല്ലാം ഞാൻ ഉണ്ട് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടോ. കണ്ടുകൂടി ഉണ്ട്, ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അതിൻ്റെ ലെമൺ ജ്യൂസ് ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിനെ തൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ശരിയായി. നമുക്ക് എന്താ പറയുക, ഗ്രീൻ ചില്ലി കറി ലീഫും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു നാരങ്ങയ്ക്ക് ഒരു ഗ്രീൻ ചില്ലിന്ന് ഉണ്ടോ അങ്ങനെ എടുത്തിരിക്കുന്നതൊക്കെ. ഒരു നാരങ്ങയ്ക്ക് ഒരു ഗ്രീൻ ചില്ലി, അങ്ങനെ 5 ഗ്രീൻ ചില്ലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഗ്രീൻ ചില്ലി ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞ് വെക്കുക. ഓക്കെ, അരിയുമ്പോൾ കുറേ സീഡ് ഇങ്ങനെ വരും. ഓക്കെ, അത് വേണ്ട, നമുക്കിടണ്ട. ഓക്കെ, സീഡ് കുറച്ച് കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കുക. പിന്നെ ഈ കറി ലീഫ് ഞാൻ ഇതേപോലെ അരിഞ്ഞ് വെച്ചിങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക്
മുഴുവനായിട്ട് ഇട്ടോ കേട്ടോ. ഞാനിതിപ്പം ഈ എന്താ പറയുക ലെമൺ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. ഈ ഗ്രീൻ ചില്ലിയും കറി ലീഫൊക്കെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാം റെഡി ആയിട്ടിരിക്കുക. നാരങ്ങ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു, കറി ലീഫ്, പച്ചമുളക്, ഓക്കെ, പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കടുക് വറുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമുക്കൊന്ന് ഹീറ്റ് ചെയ്യാം. ഓക്കെ, ചൂടാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും മുളകും പിന്നെ കറി ലീഫ് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കടുകും മുളക് ഇട്ട് കൊടുക്കാം. ഇത് കടുകൊക്കെ പൊട്ട് വേണ്ടപ്പം ഇതിൻ്റെ കറി ലീഫ് അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ. ഓക്കെ, കടുക് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറി ലീഫൊക്കെ ഫ്രൈ ചെയ്തൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതില്ലേ ഈ ഉലുവയും കായവും ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉലുവയും കായവും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഇല്ലേ, കുറച്ച് സീഡ് കളഞ്ഞതും ഈ സൈഡിലോട്ട് ഇട്ട് കൊടുക്കും. അതെല്ലാം ഒന്ന് വറുത്ത് വെക്കണം. ഞാൻ കുറച്ച് സീഡ് കളഞ്ഞിട്ട്, ഞാൻ പറഞ്ഞത് കുറച്ച് സീഡ് കളഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം ഒന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കൊന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഞാൻ ഓൾറെഡി ഓഫ് ചെയ്ത കേട്ടോ, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തത്. അപ്പം നമുക്കതിനകത്ത് നിന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഓക്കെ, ആ പച്ച ആയിട്ടുള്ള ടേസ്റ്റ് ഒന്നും മാറാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി 2 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊക്കെ. ഇപ്പം ഫ്ലെയിമിൽ നിന്ന് ആ ചൂടിൽ നമ്മളത് മാറ്റി വെച്ചിട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന നാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താ പറയുക, നമ്മൾ ഉപ്പെടുത്ത് വെച്ചിട്ടില്ലേ, ഉപ്പ് കുറച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പം ഞാൻ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ, പൊടികളെല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ. ഇനിയിപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സാൾട്ട് ഇടുക. ഓക്കെ, സാൾട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഓക്കെ, ഉപ്പിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്കൊരു എന്താ പറയുക ഭരണിയിലോ ഗ്ലാസ് ആയിട്ടുള്ള കുപ്പിയിലോ ഒക്കെ ബോട്ടിലൊക്കെ ഇട്ട് വെക്കാം. ഓക്കെ, എപ്പോഴും ഇതൊന്നും പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും നല്ലത് ഗ്ലാസ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ ഇട്ട് വെക്കണേ. ഓക്കെ, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പ് ഇത്തിരി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഉപ്പിത് പിടിച്ച് വരുമ്പോഴത്തേന് നമ്മളിട്ട ഉപ്പൊക്കെ കുറച്ച് ഉപ്പിത്തിരി കൂടി ഇരുന്നാലും ഇപ്പം പിടിച്ച് വരുമ്പോഴത്തേനും അത് കുറഞ്ഞ് വരും. ഓക്കെ, അതിനകത്തിപ്പോൾ പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ഉപ്പിടുന്നത് മുമ്പിൽ നിൽക്കുന്നത്. അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കുക. ഓക്കെ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ ഇട്ട് വെക്കാം. ഓക്കെ, ഞാനിതൊന്നും അടിപൊളി നന്നായിട്ടുണ്ട് കേട്ടോ. അടിപൊളി കറിനാരങ്ങ അച്ചാർ. നിങ്ങൾക്കിപ്പോൾ വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിന് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും സദ്യ ഉണ്ടാക്കും, അല്ലെങ്കിൽ സദ്യ അല്ലാതെയൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ,
ഇത് ശരിക്കും തണുത്തിട്ട് ഓക്കെ, എന്തെങ്കിലും ചൂട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുപ്പിയിലിട്ട് വെക്കല്ലേ ഇപ്പോഴേ. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം നമ്മളിതിങ്ങനെ കൂളായിട്ട് നമുക്കിനി കുപ്പിയിലിട്ട് വെക്കാം. ഓക്കെ, നന്നായിട്ട് തണുത്ത് ഓക്കെ, തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ചൂടൊന്നും ഒട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഭരണിയിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഭരണി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കാൻ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇനി ഇതിനകത്തോട്ട് എടുത്ത് വെക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ കറുനാരങ്ങ ഞാനൊരു ഭരണിയിലാക്കി വെച്ചു. ഇപ്പം നമുക്ക് സദ്യക്കോ അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സദ്യക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ദിവസം മുമ്പൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ സദ്യ ഓക്കെ എടുക്കാറാകുമ്പോഴത്തേന് നന്നായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിനും വിഷുവിനൊക്കെ ഇതുപോലൊരു കറുനാരങ്ങ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളിങ്ങനെ എടുത്ത് വെച്ച് ഞാൻ ഒരു നുള്ളു ഉപ്പിൻ്റെ പുറത്തൊരു ലെയറായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ലെയറായിട്ട്. ഓക്കെ, കറുനാരങ്ങ ഇട്ട് വെച്ചില്ലേ, അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ. ഇതിപ്പോൾ വെച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഇച്ചിരി എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പിയൊക്കെ. നിങ്ങൾ എന്താ പറയുന്നത്, ഇതിൻ്റെ മാംഗോ പിക്കിള, ഇത് നാരങ്ങ ഓക്കെ, കറി നാരങ്ങ. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ നെക്സ്റ്റ് ടൈം സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ സദ്യ ഗംഭീരമായിരിക്കും. ഇതാണ് നമ്മുടെ നാരങ്ങ, കറുനാരങ്ങ ഉണ്ട്, നന്നായിട്ട് പിടിച്ചൊക്കെ ഇരിക്കുക. നിങ്ങളിപ്പം ഒരു 3 ദിവസമൊക്കെ മുമ്പ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതായിട്ട് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശരിക്കും ട്രൈ ചെയ്ത് നോക്കുക ഈ നാരങ്ങ, കറുനാരങ്ങയൊക്കെ. എന്നുവെച്ചാൽ ഞങ്ങൾക്കിവിടെ കിട്ടില്ല ഈ കറുനാരങ്ങ. പക്ഷേ കറുനാരങ്ങ ഇത് നാട്ടിൽ അമ്മയ്ക്ക് ഇടുന്ന പോലെ തന്നെ ഞാൻ ഈ വലിയ ലെമൺ എടുത്തിട്ടുണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇവിടെ ലെമൺ കിട്ടത്തില്ലേ, ആ ലൈമല്ല ലെമൺ. ഓക്കെ, അതെടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. അപ്പം അടിപൊളിയായിട്ടുള്ളൊരു കറുനാരങ്ങ നിങ്ങൾക്ക് ഈ ഓണത്തിനൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, 2-3 ദിവസം മുമ്പ് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ, നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ 3 ദിവസം ആയതേ ഉള്ളൂ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉപ്പും എരിവൊക്കെ. ഓക്കെ, അപ്പോൾ ഈ കറുനാരങ്ങയുടെ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക. ഒക്കെ നിങ്ങൾ സദ്യ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഓണത്തിനും വിഷുവിനൊക്കെ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ലെമൺ മതി, കറുനാരങ്ങ കിട്ടിയില്ലെങ്കിലും ആ വലിയ നാരങ്ങ ലെമൺ ഇവിടെയൊക്കെ കിട്ടുന്ന അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.